നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണിയാണ്. അതിനായിട്ട് ഇതാ 3 കപ്പ എടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് ചിക്കനും. അപ്പോൾ നമുക്ക് ഈ പൂള നന്നായിട്ട് മുറിച്ചിട്ട് കഴുകി എടുക്കാം, വേവിക്കാൻ വെക്കാം. കപ്പ ഇതാ കഷ്ണം മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ചെറുതാക്കി അരിഞ്ഞിടണം, എന്നാലേ വേഗം വേവുള്ളൂ. അപ്പോൾ അതൊന്ന് ചെറുതാക്കി അരിഞ്ഞിടാം. ക്യാമറ കണ്ടപ്പോൾ മോളിതാ അതിലേക്ക് നോക്കി ചിരിയും കളിയൊക്കെ ആയിട്ട് കളിക്കുക. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. മോളുസേ, അപ്പം നമുക്ക് കപ്പ മുറിച്ചിടാം. അപ്പോൾ ഇത് പരമാവധി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി അത് ഒന്നും പാടെ കഴുകണം കേട്ടോ. കഴുകുമ്പോൾ എപ്പോഴും നമ്മൾ ഇത്തിരി വലിയ പാത്രത്തിലിട്ട് കഴുകുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല വൃത്തിയാവും ചെയ്യും. തോന വെള്ളത്തിൽ കഴുകിയാൽ വേഗം വൃത്തിയാവും ചെയ്യും. ചെറിയ പാത്രത്തിലാകുമ്പോൾ പിന്നെ കുറേ കഴുകേണ്ടി വരും, അങ്ങനെ വൃത്തിയാവില്ല. നമ്മൾ കഴുകാൻ പോകുന്നത് ഇത് നമുക്ക് വേവിക്കണം. വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. പിന്നെ ഈ വെള്ളം ഊറ്റിക്കളയണം. കപ്പയുടെ വെള്ളം പൊതുവെ എടുക്കാറില്ല കേട്ടോ. ഇറച്ചി നന്നായിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് പൂളയിലേക്കുള്ള ഇറച്ചിയാണ്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്. ഇതൊന്ന് വഴറ്റണം. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ചൂടാക്കാം കേട്ടോ. പൂള ഉപ്പിട്ട് വേവിച്ചതാണ്. ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. പൂളേൻ്റെ വെള്ളം നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ പൂള നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇറച്ചി വേവിക്കാൻ പോവുകയാണ്. കുക്കറിൽ തന്നെ നമുക്ക് ഇത് വേവ് കുറഞ്ഞ ഇറച്ചിയാണെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ വേവിക്കണം. എന്താ വെച്ചാൽ നന്നായി വെന്ത് കിട്ടണം, അത് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതിൽ ഒരു 3-4 വിസിൽ അടുപ്പിക്കണം. ചൂട് തണയുന്നതിന് മുന്നേ തന്നെ ഞാൻ പൂള നന്നായിട്ട് ഉടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു വലിയ പാത്രത്തിലാണ് ഞാൻ പൂള ഇതൊക്കെ മിക്സ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ പുറത്തേക്ക് ചാടില്ല, എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ചിക്കനും അതിലേക്ക് ഇട്ടിറക്കാം കേട്ടോ. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 2 തണ്ട് കരിവേപ്പിലും കൂടെ ഇട്ടിട്ട്, മല്ലിച്ചപ്പ് ഇല്ല, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ആകുമ്പോൾ നല്ല രസമുണ്ടാവും. ഞാൻ 2 തണ്ട് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി.